വലിയ മുന്നേറ്റമാണ് UDF മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ 2001 101 സീറ്റുമായുള്ള വിജയത്തിന് ശേഷം പിന്നീട് കാണുന്ന ഏറ്റവും മിന്നുന്ന വിജയത്തിലേക്ക് UDF പോവുകയാണ്. 25 വർഷത്തിന് ശേഷമാണ് ഇത്രയും മികച്ചൊരു വിജയം UDFന് കേരളത്തിൽ ഉണ്ടാവുന്നത്. ഒരു ഡസനിലധികം മന്ത്രിമാർ തോൽക്കും എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രവചനം. അതേതാണ്ട് അച്ചട്ടാവുന്ന വിധം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇപ്പോഴും 5-6 റൗണ്ട് കഴിയുമ്പോൾ പോലും പിന്നിലാണ്. ഒരുപക്ഷെ അദ്ദേഹം ജയിച്ചേക്കാം, എങ്കിൽ പോലും വളരെ കഷ്ടിച്ച് കടന്നുകൂടുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസും സജി ചെറിയാനും അതുപോലെ മന്ത്രി KN ബാലഗോപാലും മാത്രമാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ബാലഗോപാൽ കൊട്ടാരക്കരയിലും റിയാസ് ബേപ്പൂരും സജി ചെറിയാൻ ചെങ്ങന്നൂരുമാണ് ലീഡ് ചെയ്യുന്നത്. അതിൽ സജി ചെറിയാൻ്റെ ലീഡ് വളരെ ചെറുതാണ്, KN ബാലഗോപാലിൻ്റെയും ലീഡ് വളരെ ചെറുതാണ്. റിയാസ് മാത്രമാണ് അതിൽ അല്പസ്വല്പം ഭേദപ്പെട്ട ലീഡ് നില ഉയർത്തുന്ന ഒരേയൊരു മന്ത്രി എന്നും കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ 647 വോട്ടിനെപ്പോൾ പിന്നിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും റൗണ്ടുകൾ എണ്ണാനുണ്ട്. കടന്നപ്പള്ളി രാമേന്ദ്രൻ 7041 വോട്ടിനാണ് കണ്ണൂരിൽ പിന്നിൽ. TO മോഹൻ അദ്ദേഹത്തെ 7041 വോട്ടിന് പിന്നിലാക്കിയിരുന്നു. OR Kelu 2553 വോട്ടിന് പിന്നിലാണ്. ഡസനിലധികം മന്ത്രിമാർ പിന്നിലാണ്, ഡസനിലധികം. എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ 5000-ലധികം വോട്ടിന് പിന്നിലാണ്. മുഹമ്മദ് റിയാസ് മാത്രമാണ് മുന്നിൽ, മികച്ച ഭൂരിപക്ഷത്തോടെ മുന്നിലുള്ളത്, മികച്ച ലീഡോടെ മുന്നിലുള്ളത്. ബേപ്പൂരിൽ മന്ത്രി V അബ്ദുറഹ്മാൻ 8462 വോട്ടിനാണ് പിന്നിലായിട്ട്. തിരൂരിൽ അദ്ദേഹം മണ്ഡലം മാറി താനൂരിൽ നിന്ന് തിരൂരിലേക്ക് വന്നാണ്. തൃത്താലയിൽ മന്ത്രി MB രാജേഷ് 3946 വോട്ടിന് പിന്നിലാണ് VT ബൽറാമിനോട്. ഒല്ലൂരിൽ മന്ത്രി K രാജൻ മുന്നിലാണ് 5152 വോട്ട്. ഇപ്പോൾ നാലാമതൊരു മന്ത്രി കൂടി ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്, അത് വിട്ടുപോയതാണ്. മന്ത്രി ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു 3849 വോട്ടിന് പിന്നിലാണ്. ഇരിങ്ങാലക്കുടയിൽ UDF 97. കളമശ്ശേരിയിൽ P രാജീവ് 3508 വോട്ടിന് പിന്നിലാണ്. ഒരുപക്ഷെ ജയിച്ചാൽ പ്രതിപക്ഷ നേതാവാകേണ്ടായിരുന്ന ആളായിരുന്നു P രാജീവ്. റോഷി അഗസ്റ്റിൻ 12407 വോട്ടിനാണ് ഇപ്പോൾ പിന്നിൽ. ഏറ്റുമാനൂരിൽ മന്ത്രി VN വാസവൻ 13755 വോട്ടിന് പിന്നിൽ. ശബരിമല എഫക്ട് ചെയ്തു, പക്ഷേ അത് കടകംപള്ളിയെ ബാധിച്ചിട്ടില്ല. അതാണ് രസം. കടകംപള്ളിയെ ബാധിച്ചില്ല, വാസവനെ ബാധിച്ചു. ചേർത്തലയിൽ P പ്രസാദ് മുന്നിലാണ്. കഴക്കൂട്ടത്ത് LDF ലീഡ് 179 മാത്രമാണ്. തൊട്ട് പിന്നിലാരാണ്? BJP. അപ്പോൾ കഴക്കൂട്ടവും കൂടെ പോകാനുള്ള സാധ്യത തള്ളിക്കളയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ BJP 3ലേക്ക് വീണ്ടും വരും. BJP 2 ഉറപ്പിച്ച മട്ടാണ്. ഞാൻ പറഞ്ഞത് BJP കഴക്കൂട്ടത്തും നേമത്തും വിജയിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പാലക്കാട് തോറ്റുപോയി, പാലക്കാട് തോറ്റേക്കാം. അങ്ങനെയാണെങ്കിൽ NDA 2 എന്ന് കാണാം. കഴക്കൂട്ടത്ത് മുരളീധരനും നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ വിജയിക്കാനുള്ള സാധ്യത. നമ്മളപ്പോൾ BJPയിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം എന്ന് തോന്നുന്നു. BJPയെ സംബന്ധിച്ച് പാലക്കാട് ഇപ്പോൾ വിളിച്ചിരുന്നു, ഇവനോട് ഈ സമയമെടുക്കും, സമയം. ഓക്കെ, വിജിൻ വായന്തോടിനെ ഒന്ന് തരൂ ജസ്ല. വിജിൻ വായന്തോടിനോട് നമുക്ക് ഇത് ചോദിക്കണം, ഈ കഴക്കൂട്ടത്തിന്റെ സ്ഥിതി എന്താണെന്ന് കാര്യം ചോദിക്കണം. 2 സീറ്റിൽ NDA ഇപ്പോഴും വിജയസാധ്യത നിലനിർത്തുന്നു. ഒന്ന് പാലക്കാടും ഒന്ന് നേമത്തുമാണ്. പക്ഷേ ചെറിയ വ്യത്യാസത്തിൽ മാത്രമാണ് കഴക്കൂട്ടുള്ളത്. കഴക്കൂട്ടം മറിയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് കാണുക. അപ്പോൾ അത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു 2-3 മണ്ഡലങ്ങൾ അത് തന്നെയായിരിക്കും. നേമവും കഴക്കൂട്ടവും ഒപ്പം പാലക്കാടും.